നമ്മുടെ ബജാജിൻ്റെ MIT എന്ന് പറയുന്ന ഈ വാഹനം ഔദ്യോഗികമായി ഇന്നു മുതൽ ജൂലൈ 30 മുതൽ വിട പറയുകയാണ്. ഒരു വമ്പൻ യാത്രയപ്പ് നൽകിയിരിക്കുകയാണ് ആശാന്മാരും നമ്മുടെ വിദ്യാർത്ഥികളും. വളരെ അധികം കാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു വാഹനത്തിലാണ് കൂടുതലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഇതിലെ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ബൈക്കുകളും അതുപോലെ ഓട്ടോറിക്ഷ വരെ ഓടിക്കാൻ പണ്ട് കാലത്ത് ചേതക്ക് അല്ലെങ്കിൽ വെസ്പ ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ അതേ ഒരു ഗിയർ സിസ്റ്റം അതേ ഒരു മെക്കാനിസമാണ് ഈ ഒരു വാഹനത്തിനും ഉള്ളത്. ഔദ്യോഗികമായി ടെസ്റ്റിൽ നിന്ന് ഈ ഒരു വാഹനം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഡ്രൈവിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ 2 വീലറിൻ്റെ ബേസിക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള വാഹനം തന്നെയായിരിക്കും അവർ തുടരുക. കാരണം അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഏത് വാഹനവും ഈസിയായി കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. 2 വീലർ കാറ്റഗറിയിൽ വരുന്ന ബിലോ 100cc ഒരു വാഹനമാണ് ഈ ബജാജിൻ്റെ MIT എന്ന് പറയുന്നത്. കണ്ടാൽ ഒരു സ്കൂട്ടർ പോലെ വിത്തൗട്ട് ഗിയർ പോലെ ഇരിക്കുമെങ്കിലും 3 ഗിയർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, പിന്നെ ന്യൂട്രലും കൂട്ടി 3 ഗിയറുള്ള ഒരു വാഹനമാണ് MIT. ടേണിംഗ് റേഡിയസ് ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ സുഗമമായ രീതിയിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു വാഹനമാണ്. ഒരു ലോഡ് കിങ് ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം. അത്യാവശ്യം നല്ല രീതിയിൽ ലോഡ് വലിക്കാനുള്ള കപ്പാസിറ്റിയും ഈ ഒരു വാഹനത്തിനുണ്ട്. ലോഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസും ആ ഒരു കാരിയർ സ്ട്രക്ചറുമൊക്കെയാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഡ്രൈവിംഗ് ഓടിക്കാൻ വളരെ സുഗമമായ ഒരു വണ്ടി എന്ന് തന്നെ പറയാം. ഡ്രൈവിംഗ് സ്കൂൾ ആശാന്മാർക്കൊക്കെ അത്യാവശ്യം വിഷമം ഉണ്ട്. എങ്കിലും ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ബൈക്കിൻ്റെ കാലമാണ്. അതായത് ബൈക്ക് ഉപയോഗിച്ച് നമ്മൾ എട്ടെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. അത് വരുന്നത് നമ്മൾ വിത്ത് ഗിയർ മോട്ടോർ സൈക്കിൾ വിത്ത് എടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു ബൈക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ, അതായത് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നമ്മൾ എട്ടെടുത്ത് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്യണം. അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ ആണെങ്കിൽ നമ്മൾ ഈ ഒരു MITക്ക് പകരം നമ്മൾ സ്കൂട്ടർ, അതായത് നമ്മുടെ ആക്റ്റീവ അല്ലെങ്കിൽ ആക്സസ് അല്ലെങ്കിൽ ഡിയോ അല്ലെങ്കിൽ പ്ലഷർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനിയിപ്പോൾ എട്ടെടുക്കാൻ വേണ്ടി വിത്തൗട്ട് ഗിയർ ഉപയോഗിക്കുന്നത്. നമ്മൾ വിത്ത് ഗിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക്, നമ്മുടെ സാധാരണ കണ്ടുവരുന്ന സ്പ്ലെൻഡർ അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റിന അല്ലെങ്കിൽ CT100 ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് വാഹനം ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനവും ഉപയോഗിക്കാം. നിലവിലത്തെ സാഹചര്യത്തിൽ വണ്ടി പേപ്പറുള്ള വണ്ടി, ബുക്കും പേപ്പറും എല്ലാം കറണ്ടായിട്ടുള്ള വണ്ടികൾ നിലവിൽ റോഡിൽ ഉപയോഗിക്കാനും മറ്റും നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വണ്ടിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ഔദ്യോഗികമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഈ വാഹനം ഇനി മുതൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം. എങ്കിലും ആശാന്മാർക്കൊക്കെ ചെറിയ തോതിലുള്ള സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വാഹനം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ജസ്റ്റ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി MITയിൽ വാഹനം ഓടിക്കാൻ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം വിഷമിക്കുകയൊന്നും വേണ്ട. ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഈ വാഹനം ഉണ്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. യാതൊരുവിധ വിലക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വണ്ടി എടുത്ത് ടെസ്റ്റിന് അതിന് പഠിപ്പിച്ച ശേഷമായിരിക്കും നിങ്ങളെ ബൈക്കിലേക്ക് അല്ലെങ്കിൽ സ്കൂട്ടറിലേക്ക് മാറ്റി അതിലും പ്രാക്ടീസ് വീണ്ടും കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.